തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4-ാം ദിവസവും ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ഇപ്പോഴും തുടരുകയാണ്. എംഎൽഎമാരുടെ നിലപാടറിഞ്ഞ് AICC നിരീക്ഷകർ മടങ്ങിയതോടെ ഡൽഹി കേന്ദ്രീകരിച്ചാണ് തുടർ ചർച്ചകൾ. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ ഹൈക്കമാൻഡിന് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നിർണായക പിന്തുണ ലഭിച്ചതായാണ് വിവരങ്ങൾ. കോൺഗ്രസിന്റെ ആകെയുള്ള 63 എംഎൽഎമാരിൽ 47 പേരും KC വേണുഗോപാലിന്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയുന്നത്. ഭൂരിഭാഗം എംഎൽഎമാരും AICCയുടെ കേന്ദ്ര നിരീക്ഷകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതായി പാർട്ടി വൃത്തങ്ങളും അറിയിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള എംഎൽഎമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. എംഎൽഎമാരുടെ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിന്റെ ചിത്രം സഹിതമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് പുറത്തുവിട്ടത്. ഇത് പ്രകാരം സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഉഷ വിജയൻ, T സിദ്ദിഖ് എന്നിവർ KC വേണുഗോപാലിന്റെ പേരാണ് ഒന്നാമത്തെ പരിഗണനയായി നൽകിയിരിക്കുന്നത്. ഈ കോളത്തിൽ KC എന്ന് എഴുതിയിരിക്കുന്നത് ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. IC ബാലകൃഷ്ണനും KCയെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പേര് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചെന്നിത്തലയുടെ വിശ്വസ്തരിൽ ഒരാളായിരുന്നിട്ടും IC ബാലകൃഷ്ണൻ KCക്കാണ് ആദ്യ പിന്തുണ നൽകിയിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പാർട്ടി ഹൈക്കമാൻഡ് ഈ ആഴ്ച അവസാനത്തോടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് 8 എംഎൽഎമാരുടെ പിന്തുണ ലഭിച്ചതായി വൃത്തങ്ങൾ പറയുന്നു. ഈ സ്ഥാനത്തേക്ക് ജനപ്രിയ സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെടുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന് 6 പേരുടെ പിന്തുണയുണ്ട്. നേരത്തെ സതീശനും ചെന്നിത്തലയും നിരീക്ഷകരെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ വേണുഗോപാൽ ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. 63 എംഎൽഎമാരെ കൂടാതെ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കോൺഗ്രസ് MP-മാരുമായും മുതിർന്ന പാർട്ടി നേതാക്കളുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. 3 മുൻ KPCC മേധാവികൾ സതീശനെ പിന്തുണച്ചപ്പോൾ നിരവധി മുതിർന്ന നേതാക്കൾ വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. K സുധാകരൻ MP പരസ്യമായി KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ നിരീക്ഷകർ അവരുടെ റിപ്പോർട്ട് ഇന്ന് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കൈമാറും. ആവശ്യമെങ്കിൽ സണ്ണി ജോസഫ്, 3 KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് ചർച്ചകൾക്കായി വിളിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. KC വേണുഗോപാൽ നിലവിൽ ഡൽഹിയിലാണ് ഉള്ളത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. സംസ്ഥാനത്തെ സംഭവവികാസങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശൻ, വേണുഗോപാൽ വിഭാഗങ്ങൾ ഇതിനോടകം തന്നെ തെരുവിലിറങ്ങി പ്രകടനങ്ങളും വെല്ലുവിളിയും തുടങ്ങിയിട്ടുമുണ്ട്. അതിനിടെ ഫ്ലെക്സ് യുദ്ധവും മുറുകുന്നുണ്ട്. KPCC ഓഫീസിന് മുന്നിൽ വെച്ച KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം നടത്തി. ഇന്നലെ അർദ്ധരാത്രിയിലാണ് കരിയോയിൽ ഒഴിച്ചത്. പിന്നാലെ ബോർഡുകൾ നീക്കം ചെയ്തു. We want KC വാം വെൽക്കം ലീഡർ എന്നെഴുതിയ ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ചത്. KPCC ഓഫീസ് പരിസരത്തെ KC അനുകൂല ബോർഡുകളെല്ലാം ഇപ്പോൾ നീക്കം ചെയ്തു. തലസ്ഥാനത്ത് സതീശൻ അനുകൂല ബോർഡുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. KC അനുകൂല ബോർഡുകളോട് ചേർന്നാണ് VD സതീശന്റെ ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വെള്ളയമ്പലം ജംഗ്ഷനിൽ VDയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരുന്നു. നാച്ചുറൽ ചോയ്സ് എന്ന തലക്കെട്ടിലാണ് അവിടെ സതീശന്റെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്.